നിന്നെ കാണുമ്പോഴീ ലോകം മായാജാലത്തേരിൽ മൂടുന്നു. സ്വന്തമെന്ന വാക്കിനർത്ഥം നീയാണെന്നത് ഞാൻ അറിയുന്നു. സഖി ഹൃദയം എൻ്റെ ഹൃദയത്തോട് ചേർക്കൂ. നീയില്ലെങ്കിൽ എന്നുലകം ഞാൻ ഈ മണ്ണിൽ മണ്ണായലിയും അലിയും. Hi, welcome to a musically soulful episode of Vatamesha podcast. Into the depths. ആക്ച്വലി ഇപ്പോൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ മ്യൂസീഷ്യൻസിൽ യേശുദാസ് സാറാണ് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ട്. അപ്പം അവരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിരിക്കുന്നത് ജസ്റ്റ് സിംഗേഴ്സ് മാത്രമല്ല. ഐ മീൻ ദർ ആർ ആർട്ടിസ്റ്റ് ലൈക്ക് എഡ് ഷീറൻ. ഇപ്പോൾ എഡ് ഷീറൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ജോണറാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഹി പ്ലേസ് ഗിത്താർ, ഹി റൈറ്റ് ഹിസ് ഓൺ ലിറിക്സ്, ഹി കമ്പോസ് ഹിസ് സോങ്സ്, സംടൈംസ് ഹി ആക്ട്. സോ ആ സെയിം ജോണറാണ് ഞാനിവിടെ മലയാളത്തിൽ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ലെജൻഡറി സിംഗർ ഉണ്ട്, ഫ്രെഡി മെർക്കുറി. എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ദ മെയിൻ തിങ് ഈസ് ദി കമ്പോസ്. അവര് അവരുടെ പാട്ടുകളാണ് പാടുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെ ലോങ് വിഷൻ അല്ലെങ്കിൽ എൻ്റെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ടു ഡു എ കോൺസേർട്ട് വിത്ത് മൈ സോങ്സ്. എൻ്റെ മാത്രം പാട്ടുകൾ വെച്ചിട്ട്, നോട്ട് വിത്ത് ദ കവേഴ്സ്, വിത്ത് ഓൺലി മൈ സോങ്സ്. അതാണ് എൻ്റെ ഒരു വിഷൻ. ആ വിഷൻ ഉടനെ നടക്കും അല്ലേ? അതെ അതെ. അത് പതിയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബിൽഡ് ചെയ്ത് വരാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും വന്നു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു മാർട്ടിൻ പറ്റും. കാരണം മാർട്ടിൻ ഭാര്യയ്ക്ക് വേണ്ടി എഴുതിയ പാട്ടിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ലിറിക്സ്. അതെ അതെ. കാരണം വളരെയധികം സിമ്പിൾ ആയിട്ടാണ്, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. എൻ്റെ യു ആർ എ വണ്ടർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, അതും സിമ്പിൾ ലിറിക്സ് ആണ്. പിന്നെ മലയാളം ഈ തൂമഞ്ഞിങ്കുളിരോ, പിന്നെ ഞാനത് റീസെന്റ് ആയിട്ട് ഒരു കാതലി എന്ന് പറഞ്ഞൊരു സോങ് ഇറക്കി കേട്ടായിരുന്നു. ആക്ച്വലി തമിഴ് സോങ് ആണ്. ഞാൻ ഒരുപാട് തമിഴ് മൂവീസ് ചെറുപ്പം തൊട്ടേ കാണാറുണ്ട്. ആന്റിയുടെ വീട്ടിലൊക്കെ ചെറുപ്പത്തിലെ കൊണ്ടുപോയി ഞാൻ അവിടേക്കാണ് വളർന്നത്. സോ അവിടെ കൂടുതൽ വെക്കുന്നത് തമിഴാ. അപ്പൊ ഞാൻ തമിഴ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറയാനും അറിയാം, കേട്ടാലും ശരിക്കും മനസ്സിലാവും. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് തമിഴും എഴുതി കമ്പോസ് ചെയ്തു കാതലി എന്ന് പറഞ്ഞൊരു സോങ്. ദ തിങ് ഈസ് ഐ വോണ്ട് ടു ഡു, എനിക്ക് ഞാൻ ഇപ്പൊ ഹിന്ദിയും പാടും, പക്ഷെ എനിക്ക് എഴുതാനൊന്നും അറിയില്ല. പറഞ്ഞാൽ അധികം മനസ്സിലാവില്ല ഹിന്ദി. ബട്ട് ഞാൻ കറക്റ്റ് ആ സ്ലാങ്ങിൽ തന്നെ പാടും ഹിന്ദി. എനിക്ക് ഐ വോണ്ട് ടു ഡു എല്ലാ ഇന്ത്യയിലും. ഇപ്പോ ഹിന്ദിയിൽ അനൂപ് ജെയിൻ, ദ സെയിം ലൈക്ക് എഡ് ഷീറൻ. ആൻഡ് തമിഴിൽ എനിക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ അറിയില്ല. ബട്ട് ഇൻ കേരള ഐ എം ട്രൈങ് ടു ബിൽഡ് വാട്ട് എഡ് ഷീറൻ ഈസ് ഡൂയിങ് ഓൺ ഹിസ് കൺട്രി. അതേപോലെ തന്നെ എനിക്ക് തമിഴിലും, ഞാൻ തമിഴ് എഴുതിയത് അതുകൊണ്ട് തന്നെ തമിഴ് ഓഡിയൻസിനെ ഐ വോണ്ട് ടു എന്റർടൈൻ ദം ഓൾസോ. ഹിന്ദി എനിക്ക് എഴുതാനായിട്ട് അറിയില്ല. ഒരു പക്ഷേ ഞാൻ വല്ല ഹിന്ദി സുഖമായ ഹിന്ദി പരീക്ഷയൊക്കെ. അതിനെ കുറിച്ച് ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്. നമ്മൾ 5ാം ക്ലാസ് തൊട്ട് ഹിന്ദി പഠിക്കുക, CBSE ആണെങ്കിൽ ചെറുപ്പം തൊട്ട് ഹിന്ദി പഠിക്കുക. ഇടയ്ക്ക് ടീച്ചർ സ്വഭാവം കയറി വരും കേട്ടോ. പക്ഷേ നമുക്ക് ഹിന്ദിനേക്കാളും നന്നായിട്ട് അറിയുന്നത് തമിഴാ. പഠിക്കുന്നില്ല, അതായത് തമിഴ് പഠിക്കുന്നില്ല, പക്ഷെ നമുക്ക് തമിഴ് നന്നായിട്ട് അറിയാം. എല്ലാ സിനിമയും എല്ലാ ഡയലോഗ്സും മനസ്സിലാവും. വാർത്ത മനസ്സിലാവില്ല, പക്ഷെ തമിഴ് ഹിന്ദിനേക്കാളും നന്നായിട്ട് അറിയാം. അതെ, അത് മേ ബി തമിഴിൽ നിന്നാണ് മലയാളം, തമിഴ് അതുപോലെ തന്നെ പല പല ഭാഷയിൽ നിന്നുള്ള ഒരു മിക്സറാണ് ശരിക്കും മലയാളം വരുന്നത്. ഏറ്റവും തമിഴ് ഒരുപാട് തമിഴ് വേർഡും മലയാളം വേർഡും സെയിം ആയിട്ടുള്ള ഒരുപാട് വേർഡ്സ് ഇല്ലേ? അങ്ങനെ തമിഴ് മലയാളമായിട്ട് ഭയങ്കര സിമിലർ ആയതുകൊണ്ട് നമുക്ക് തമിഴ് മൂവീസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. എല്ലാത്തിനും വാക്കുകളുണ്ട്. മലയാളത്തിന് കുറെ കാര്യങ്ങൾക്ക് വാക്കുകളില്ല എന്നാണ് പറയുന്നത്. ശരിയാണോ ആവോ, ഇതും ട്രോളോ ആവോ? ഇല്ല, സത്യം. ഓക്കെ, മേ ബി ആ ഒരു സിമിലാരിറ്റി കൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് തമിഴ് കുറച്ചും കൂടെ ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ,
നമ്മുടെ സ്വന്തം അയൽവക്കല്ലേ. അതെ അതെ. ഈ എഴുത്തച്ഛന്റെ കവിതകളൊക്കെ കുട്ടികൾ പഠിക്കുമ്പോൾ ഇതെന്താണ് എഴുതി വെച്ചേക്കുന്നേ, മര്യാദയ്ക്ക് എഴുതിക്കൂടെ? ഞാൻ പറഞ്ഞു, മക്കളെ 600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി 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 വന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മലയാളത്തിലേക്ക് എത്തിയത്. അപ്പൊ നിങ്ങൾ പുച്ഛിച്ച് തള്ളരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. അപ്പൊ ഈ ലിറിക്സ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മളിപ്പോ പൊതുവെ പറയാറില്ല, മലയാളം കുറച്ചും കൂടെ ഒരു റിജിഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. ഇപ്പൊ വാക്കുകളാണെങ്കിലും ഇത് കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ലേശം ടാസ്ക് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ തമിഴിലേക്ക് വരുമ്പം യൂഷ്വലി മ്യൂസിക്കലി ഭയങ്കര കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് തമിഴ്. അതുപോലെ ഹിന്ദിക്കും അങ്ങനത്തെ ഒക്കെ ലാംഗ്വേജുകൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പാട്ടുകൾ കുറച്ചും കൂടി ഒരു സോൾഫുൾ സാധനം വരും. പക്ഷെ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ശ്രമിച്ചാലാണ് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഏത് ലാംഗ്വേജ് കുറച്ചും കൂടെ ഒരു എളുപ്പമായിട്ട് തോന്നിയത്? എനിക്ക് എപ്പോഴും ഇംഗ്ലീഷ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. തമിഴ് സോങ് ഒരെണ്ണം പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സോ ഇതെന്റെ റീസെന്റ് ആയിട്ട് ഞാൻ എഴുതിയ തമിഴ് സോങ് ആണ് കാതലിയെ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരിടത്തും പാടിയിട്ടില്ല. വൈഫിന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. വൈഫിന് ഞാൻ എഴുതുന്ന എല്ലാ പാട്ടും ആൾ ഉദ്ദേശിച്ചു, ആരെ ഉദ്ദേശിക്കാനായിട്ട് ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. ശരിയാണ്. അപ്പൊ ലവ് ആണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ അല്ലേ? ഓഫ് കോഴ്സ്. നമ്മൾ എന്ത് പാട്ട് എഴുതിയാലും, ഈവൻ ഇഫ് യു ആർ റൈറ്റിംഗ് എ സാഡ് സോങ്, നമ്മൾ സാഡ് ആയിട്ടിരിക്കുമ്പോൾ എഴുതി കഴിഞ്ഞാൽ അത് വരുള്ളൂ. ഞാൻ എഴുതുന്ന പാട്ടുകളൊക്കെ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ്. സോ ഐ വിൽ ഗെറ്റ് മോർ റിസൾട്ട്. സോ ഗിത്താർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി ഒരു പാട്ടിന് കുറച്ചും കൂടി ബ്യൂട്ടി ചെയ്ത. காதலியே என் நெஞ்சம் பூச்செடியே பேசடியே என்னுள்ள பார்க்கறியே வெண்மேகமே நீயாது சொல் நான் இங்கே பைத்தியம் ஓடிச்சிருக்கு சத்தியமா நானே சொல்ல எனக்கு முதலா பிடிச்சவள் நீ. സൂപ്പർ. എനിക്ക് ആക്ച്വലി ഇനി വാക്കുകളൊന്നും വേറെ ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ആദ്യമായി ഇഷ്ടപ്പെടുന്ന ഇന്നയാണെന്ന്. ശരിയാണല്ലോ, 13ാമത്തെ വയസ്സിൽ ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു തരൂ. എനിക്ക് പലരും പറയും ശബ്ദം നല്ലതാന്ന് പറയും, ഞാൻ തന്നെ പൊക്കമാണ്. പക്ഷെ പാട്ട് പാടാൻ അറിയില്ല. ഒരു സംഗീതാന്ന് പേരുള്ള, ചിത്രാന്ന് പേരുള്ള എല്ലാവരും പാട്ട് പാടാൻ അറിയുന്നവരാണോ എന്ന് ചോദിക്കുന്ന പോലെ നല്ല ശബ്ദമുള്ളവരെല്ലാരും പാട്ട് പാടാൻ അറിയുന്നവരാണോ? ഓക്കെ, ഞാൻ ഇതുപോലൊരു കയ്യാങ്കളി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ബട്ട് റിസ്ക് ആണ്. ബട്ട് നമുക്ക് നോക്കാം. അത്ര പാട്ട് പാടുന്നത് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള അതിനൊക്കെ പാട്ട് പാടാൻ അറിയാം അല്ലേ? അതിന് എന്റെ കൂടെ നിൽക്കും അല്ലേ? നമുക്ക് തന്നെ പാടാം. ഓക്കെ, എന്തായാലും പാടിപ്പിക്കും. എന്തായാലും പാടണോന്ന് പറഞ്ഞ പാടണം. ഓക്കെ, പാടുപെടോ? ഇല്ല, ഞാൻ പറ്റിയതാ. എന്നാ ഓരോ അരിമണിയും ഞാൻ പറകിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഗിത്താർ പ്ലേ ചെയ്യാം. പക്ഷെ പാട്ടാടാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെയാ അറിയാവുന്ന ഒരു പാട്ട് പാടാം. അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒരു പാട്ടിന്റെ പേര് ജസ്റ്റ് വൺ ഓഫ് യുവർ ഫേവറേറ്റ്സ്. മേലെ മേലെ മനം. കുട്ടിക്ക് ഉറക്കാൻ പാടിയെങ്കിലും പരിചയം ഇച്ചിരി വരികൾ. എക്സാക്ട് കോഡ്സ് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഞാനിവിടെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ ഗിത്താറിന്റെ ഈ ശബ്ദമില്ലേ, അത് ജസ്റ്റ് ശരിക്ക് കണ്ണുകൂട്ടി ശരിക്ക് കേക്കുക. ഇതാണ് പിച്ച്. നമുക്ക് കണ്ണുകൂട്ടി കേട്ട് കഴിയുമ്പോൾ നമുക്ക് കേട്ട് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക് അതിലേക്ക് വീണോളൂ നമ്മുടെ വോക്കൽസ്. ഓക്കെ, പാടിത്തരൂ. തുടക്കിട്ട് തരാം. വേനൽ കീനാവിന്റെ ചെപ്പിൽ നിന്നെ തലോടി തലോടാൻ നിർവൃതി
മാനം മേലെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. Together. അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം മീതെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഈ പാട്ടിന്റെ ഒപ്പം ഒരു പാട്ടും കൂടി പോവും. ഒന്ന് പാടി നോക്കട്ടെ, സ്റ്റാർട്ടിങ് ആയിട്ട് തരാം. തിത്തേ തിത്തേ നൃത്തം വയ്ക്കും പൂന്തെന്നൽ. പഠിക്കോ? മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പള്ളത്തി എന്തേ തോരാത്തോ വാവേ വാവാച്ചി. എന്താണ് ലിറിക്സ്? കണ്ണാന്തുമ്പി പോരാമോ? അതല്ല, അതിന്റെ ഇടയിൽ തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞീളം പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുവിൻ പൊന്നിൻ കീനങ്ങൾക്ക് നിന്നെയാണോ മലെ ഏറെ ഇഷ്ടം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തണലോരം കളിയാടാനീ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. അടിപൊളി. ലാസ്റ്റ്. ഓലക്കൊമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ ദീപിക്കുമ്പോ പാടടി വെള്ളം കോരിക്കൊളിപ്പിച്ച് കിന്നരിച്ചോ മനിച്ചയ്യാ എന്റെ പളുങ്കിപ്പം രാജപ്പൂമുത്തായി. ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണേറരുതേ പിള്ളദോഷം കളയാൻ മുളുപ്പുള്ളോർ കുടമേ ഹോയ്. ഓലക്കൊമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം വെള്ളം കോരിക്കൊളിപ്പിച്ച് കിന്നരിച്ചോ മനിച്ചയ്യാ എന്റെ വാരിപ്പളുങ്കിപ്പം രാജപ്പൂമുത്തായി. ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ പോയതാ. ഈ പാട്ടൊന്നും അങ്ങനെ പാടുന്ന പാട്ടുകളല്ല. പക്ഷേ മിക്കവാറും അത്രയും മോശമായിട്ടാ ഞാൻ പാടിയത്. പക്ഷെ എന്റെ പാട്ട് സഹിച്ചിരുന്നില്ലേ? ഇല്ല, അതിനൊരു കൈയടി. കറക്റ്റ് പിച്ചിലാ പാടിയത്. ഇനി ഇത് വരുമ്പോ എന്താവോ എന്താ പറഞ്ഞ ഇനി വേറെ ഇതൊന്നും ഇല്ല രേഷ്മ. ഇറ്റ്സ് ഓൾ അബൌട്ട് the more we try the better we become. ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഞാൻ പാടാനായിട്ട് നിങ്ങൾ എണീറ്റ് ഓടും. The more we practice the better we become. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫൈനലി ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ ദാസേട്ടനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ഇപ്പോ വൈറലായി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എന്നാൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരാളാണ് വേടൻ. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? അവരുടെ സ്റ്റൈലിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ലൈക്ക് ഹൗ ഡു യു സീ അവരുടെ ഒരു സ്റ്റൈലുണ്ട്. രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലുള്ള ആൾക്കാരാണ്. ലൈക്ക് ഹൗ യു സീ ദം, ലൈക്ക് അവരുടെ എന്തൊരു ക്വാളിറ്റിയാണ് ഇഷ്ടം? For me, Vedan, he's a rapper. That's his genre. And I personally respect him
as an artist. He's a great poet. In my observation, പുള്ളിയുടെ ലിറിക്സ് ഭയങ്കര പവർഫുൾ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ദ വേ ഹി സിങ്സ് ഭയങ്കര യുണീക്കാണ്. ഒരുപാട് റാപ്പേഴ്സ് ഉണ്ട്, ബട്ട് വേടൻ്റെ സ്ലാങ് ആണെങ്കിലും ആ സ്റ്റൈൽ ഓഫ് വേ ഓഫ് സിംഗിങ് ആണെങ്കിലും വേറൊരു ആർട്ടിസ്റ്റിലും വേറെ റാപ്പേഴ്സിലൊന്നും കാണാത്തൊരു ടൈപ്പ് ഓഫ് ശൈലി, സംഗീത ശൈലി ഉണ്ട്. അത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിന് മെയിനായിട്ട് വേണ്ടത്, തനതായ ഒരു ശൈലി. സോ ആസ് എൻ ആർട്ടിസ്റ്റ് ഹീസ് എക്സലൻറ്റ്. ആൻഡ് പേഴ്സണൽ ലൈഫ് I don't know a lot of വേടൻ. ബട്ട് റീസെൻ്റ്ലി ഒരു സംഭവം നമ്മൾ കേട്ടായിരുന്നു, ഫ്ലാറ്റിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, കുട്ടികൾക്ക് ഒരു മാതൃക. കാരണം കുട്ടികളാണ് ഞാൻ മിക്കപ്പോഴും ഈ പറഞ്ഞ സ്കൂളിലൊക്കെ കലോത്സവം ആയിട്ടൊക്കെ പോകുമ്പോൾ കുട്ടികൾ വേടന്റെ പാട്ട് പാടാൻ പറയും. കുട്ടികൾ ഒരുപാട് വേടനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പാട്ടുകൾ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് അവർ കേൾക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവര് മനസ്സിലാക്കുന്നത്. ഈവൺ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ വേടൻ കേൾക്കുവാണെങ്കിൽ ഐ വോണ്ട് ടു ലെറ്റ് ഹിം നോ ദാറ്റ് എ ലോട്ട് ഓഫ് ചിൽഡ്രൻസ് ഇൻസ്പയർസ് ഹിം. അപ്പോൾ ഹി ഹാവ് ടു ബി എ മോഡൽ ഫോർ ദ ചിൽഡ്രൻസ് ഓൾസോ. യേശുദാസിന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഹി നെവർ ഡ്രിങ്ക്, ഹി നെവർ സ്മോക്ക്. അപ്പോൾ ഞാനടക്കം എൻ്റെ ഒരു ക്യാരക്ടർ, ഞാൻ അങ്ങനെ ഒരു ഇത് അദ്ദേഹത്തെ കണ്ട് വളർന്നതുകൊണ്ടാണ് ഞാനൊരു ആ ഒരു പാത്ത് ഫോളോ ചെയ്തത്. വേടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദിസ് ടൈം, ആൻഡ് ഹീസ് എ ഫ്യൂച്ചർ ലെജൻഡ് ഓൾസോ. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. സോ പുള്ളി എനിക്ക് ആ ഒരു ഫ്ലാറ്റിലുള്ള ആ ഒരു സംഭവം ഒക്കെ ഇറ്റ് വാസ് സോ ഇംപ്രസീവ്. സോ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് പുള്ളി അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സംസാരിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതാണ്. പുള്ളിനെ തന്നെ ജസ്റ്റിഫൈ ചെയ്തില്ല. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുള്ളി ഇപ്പോൾ കയറി വരുന്ന ടൈമാണ്, അപ്പോൾ എല്ലാവരും കൂടി പുള്ളീനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടായത്. അപ്പോൾ പുള്ളി അതിനെ ജസ്റ്റിഫൈ ചെയ്തല്ല പറഞ്ഞത്. ഞാൻ നല്ലൊരു മനുഷ്യനാകാനായിട്ട് ചേട്ടൻ ശ്രമിക്കട്ടെ, വരും എന്നാ പറയണത്. റെസ്പെക്റ്റീവ്. അത് ഭയങ്കര ഒരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. മിസ്റ്റേക്സ് നമ്മളെല്ലാവരും മേക്ക് ചെയ്യും. ഇപ്പം ഞാനാണെങ്കിലും നമ്മളും മനുഷ്യരാണ്. വി ആർ ജസ്റ്റ് സിമ്പിൾ ഹ്യൂമൻസ്. സോ മിസ്റ്റേക്സ് വി വിൽ ഡു. അത് ചിലപ്പോൾ അറിയാതെ ഒരുപാട് മിസ്റ്റേക്സ് പറ്റാം, അറിഞ്ഞുകൊണ്ട് പറ്റാം, ദേഷ്യത്തിൻ്റെ പുറത്ത് പറ്റാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുകൊണ്ട് പറ്റാം. ബട്ട് ഒരു മനുഷ്യൻ അവൻ്റെ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനായിട്ടുള്ള മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ വി ഓൾ ഹാവ് ടു ഗീവ് ഹിം എ ചാൻസ്. അതെ. സോ ഐ സ്റ്റാൻഡ് വിത്ത് വേടൻ. വേടനെ കുറിച്ച് ഞാനൊരു കമന്റ് പറഞ്ഞപ്പോൾ അത് നല്ല രീതിയിലാണ് അതായത് 2 വശവും പറഞ്ഞു, പക്ഷെ ഞാൻ എയറിലായിരുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് പറയാൻ പേടിയാ. He has a lot of support. ഒരുപാട് സാധാ ആളുകൾക്ക് ഒരുപാട് വേടൻ ഇഷ്ടമാണ്. ലൈക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് പാട്ട് കേട്ടു. എന്താ പറയാ, നല്ല രസകരമായിട്ടുള്ള വരികൾ, അതേപോലെ തന്നെ കവർ വേർഷൻസ് കേട്ടു. ഇത്രയും സമയം നമ്മളോട് ചിലവഴിച്ചതിന്, നമ്മൾ വിളിച്ചപ്പത്തിന് ഓടി വന്നതിന്, നമുക്ക് വേണ്ടി, ആർക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ തന്നെ ഒരുപാട് കംഫർട്ടബിൾ ആക്കി നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ മുന്നോട്ട് പോയി എന്നുള്ളത് അത് മാറ്റിന്റെ ഒരു പ്രത്യേകതയും കൂടെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരാളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ആ ഒരു നല്ലൊരു കണക്ഷൻ, നല്ലൊരു വൈബൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയാ പാടിയത്. ഓക്കെ, അപ്പോ എന്നെ പാട്ട് പഠിപ്പിച്ചതിനും ഒക്കെ താങ്ക് യു സോ മച്ച്. കൂടെ ഇരുന്ന് പാടിയതിനും നന്ദി, പാടുപെടുത്തിയതിനും. അതെ, ഞങ്ങളെ കൊണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പാടിപ്പിച്ചെടുത്തു, അതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മുടെ വട്ടമേശയിൽ വന്നതിനും ഒരുപാട് പാട്ടുകൾ പാടിത്തന്നതും ഒക്കെ താങ്ക് യു സോ മച്ച്. നമുക്കൊരു പാട്ടിലൂടെ തന്നെ അങ്ങ് എൻഡ് ചെയ്യാം. Para la bamba sin decido una busca de gracia, una busca de gracia, mi batía arriba y arriba, ay arriba y arriba, por ti seré, por ti seré, por ti seré. കേട്ടോ പാട്. Ba 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 ba
ലിറിക്സ് പഠിച്ചില്ലേ?